ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റോപ്പിലോസ്. ഇറ്റ്സ് മീ അൻസാർ. അപ്പോൾ നമ്മുടെ ഹാർലിൻ്റെ ബാക്ക് റെസ്റ്റ് എത്തിയിട്ടുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് റെസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. ഈ ബാക്ക് റെസ്റ്റ് പല ടൈപ്പ് നമുക്ക് അവൈലബിൾ ഉണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഹാർലിൻ്റെ ഷോറൂമിലൊക്കെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഹൈറ്റുള്ളതാണ് അവൈലബിൾ ഉള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടാനില്ല. ഞാൻ കോഴിക്കോടൊക്കെ ഒരുപാട് അന്വേഷിച്ചു, അവിടെ ഒന്നും കിട്ടാനില്ല. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ച് സീറ്റിനോട് പറ്റി നിൽക്കുന്നുണ്ട്, കാണാനും കുറച്ച് ഭംഗി കൂടുതലാണ്. പിന്നെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ലോഗോ ഉള്ളതുകൊണ്ട് ഇതില്ല, ഇതുപോലെ ലോഗോ ഇല്ല. ഇത് വെക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പുറകിലുള്ള ആൾക്ക് പെട്ടെന്ന് തെറിച്ച് പോകുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടെങ്കിൽ ആ ഒരു പേടി ഉണ്ടാവില്ല. പിന്നെ ഇത് ഞാൻ ഓൺലൈനിൽ വരുത്തിച്ചതാണ്. പിന്നെ UP നിന്നാണ് ഇത് കൊറിയർ അയച്ചതെന്ന്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 2200 അതിന് കൊറിയർ ചാർജ് 550. അപ്പോൾ ടോട്ടൽ 2780 വരും. UPയിലുള്ള ഒരു ജിതേന്ദ്ര ഗുപ്ത എന്നുള്ള ആളാണ് ഇത് എനിക്ക് അയച്ചു തന്നത്. മൂപ്പരുടെ നമ്പർ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അവർ കൊറിയർ ആയിട്ട് അയച്ചു തരും. നെക്സ്റ്റ് ഈ ഒരു മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കോഴിക്കോട് നടക്കാവുള്ള മോട്ടോ സ്പോർട്ട് എന്നുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഇത് വാങ്ങിയത്. ഇതിൻ്റെ വില 1200 രൂപയാണ്. ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോങ് ഡ്രൈവ് പോകുമ്പോഴൊക്കെ ലൊക്കേഷൻ ഇടാനത് അടിപൊളിയൊരു മെറ്റീരിയൽ. ഇത് വാങ്ങിയിട്ടിപ്പോൾ 1 വർഷത്തിൻ്റെ അടുത്തായി. ഇതുവരെ ഒരു കൊറോഷനൊന്നും വന്നിട്ടില്ല, എവിടെയെങ്കിലും കൊറോഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ തന്നെ വൈബ്രേഷൻ റെസിസ്റ്റൻ്റ്, അതായത് ഫോണിന് വൈബ്രേഷൻ്റെ കംപ്ലൈൻറ്റ് വരാതിരിക്കാനുള്ളൊരു ഇതേ സെയിം സാധനമുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു ഇത് തന്നെ വാങ്ങി. അതിന് കുറച്ചുകൂടി കോസ്റ്റ് കൂടുതലാണ്. അതേപോലെ തന്നെ ഈ ഒരു കപ്പ് ഹോൾഡർ ഇതും അവിടെ നിന്ന് തന്നെ മേടിച്ചാണ്. നമുക്ക് ഇങ്ങനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് ഏത് പൊസിഷനാണ് വേണ്ടത് അവിടെ ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ ഇവിടെ അടിയിൽ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ബോട്ടിലോ ചെറിയ ബോട്ടിലൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ബോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. 1500 ഇതിൻ്റെ റേറ്റ്. പിന്നെ ഞാനിതിൻ്റെ സീറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടവറിങ് സീറ്റ് എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കണ്ടോ, ഇവിടെ നമുക്ക് ബാക്കിൽ നല്ല റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കേർവ്ഡ് സീറ്റാണ്. ഇവിടെ വലിയൊരു കംഫർട്ടൊന്നും ഇല്ലെങ്കിലും മറ്റേ ആദ്യമുള്ള സീറ്റിനേക്കാളും കുറച്ചുകൂടി ബെറ്ററാണെന്ന് തോന്നി. ഇപ്പോൾ ലോങ് ഡ്രൈവിനൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പോഞ്ച് പോലത്തെ സാധനം ഫിറ്റ് ചെയ്യാനുണ്ട്. അതിന് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല. ഇത് ഞാൻ സർവീസ് സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഫിറ്റ് ചെയ്യിപ്പിച്ചത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1620 ഇതിൻ്റെ റേറ്റ്. ഇതാണ് ഇതിൻ്റെ ബൈക്ക് കവറ്. ഇത് ഞാൻ ഓൺലൈനിൽ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ റേറ്റ് 500 രൂപയാണ്. ഇതിപ്പോൾ ഞാൻ 1 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുവരെയൊന്നും പറ്റിയിട്ടില്ല. പൂച്ചയൊക്കെ കയറിയിട്ടും മാന്തിയിട്ടൊന്നും ആയിട്ടില്ല. ഇതിങ്ങനെ മിററിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ മൂടി വെക്കാൻ പറ്റും. ഫുള്ള് ചെളി പിടിച്ച് കിടക്കുകയാണ്.
ഇതേ പ്രൊഡക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ജിതേന്ദ്ര UP അത് ഞാൻ ബാക്ക് റെസ്റ്റ് വാങ്ങിയിട്ടില്ലേ അവരുടെ അടുത്തുണ്ട്. അത് മാത്രമല്ല വേറെയും കുറേ ആക്സസറീസ് അവരുടെ അടുത്തുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അവരയച്ചു തരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു ഇതിൻ്റെ ഹോണ് ഒരു അത്ര രസമില്ലാത്ത ഹോണായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു എക്സ്ട്രാ ഹോണും കൂടെ ഇവിടെ ഫിറ്റ് ചെയ്തിപ്പിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഒരു എക്സ്ട്രാ ഹോണും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് മാറിയിട്ടുണ്ട്. ഇതാ. അപ്പോൾ ഫസ്റ്റ് സർവീസിൻ്റെ ചാർജൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ തേർഡ് സർവീസ് കഴിഞ്ഞു. സെക്കൻഡ് സർവീസ് ചാർജ് വന്നത് 206 ആണ്. അപ്പോൾ തേർഡ് സർവീസിൽ 2900 റേറ്റ്. അതിൽ വരുന്നത് ഓയിൽ ചേഞ്ച് 2500, അതാണ് മെയിൻ. ഓയിൽ ചേഞ്ചിന് 2500 രൂപയായി. പിന്നെ വാഷർ, ഫിൽറ്റർ അതൊക്കെ മാറ്റാനുള്ള റേറ്റാണ് ബാക്കി. അപ്പോൾ ടോട്ടൽ തേർഡ് സർവീസിന് 2900 അപ്പോൾ ഈ ഒരു 3 സർവീസോടുകൂടി ഫ്രീ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ പെയ്ഡ് സർവീസാണ്.